നമസ്കാരം സുഹൃത്തുക്കളെ. ലോകരാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയ്ക്കേറ്റ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ തിരിച്ചടികളിൽ ഒന്നിൻ്റെ വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ലോകം മുഴുവൻ തങ്ങളുടെ ചാരക്കണ്ണുകളെ തുറന്നു വയ്ക്കുന്ന ലോക പോലീസായി സ്വയം വാഴുന്നവരാണ് അമേരിക്കക്കാർ. എന്നാൽ ഏഷ്യയിൽ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗൺ ആസൂത്രണം ചെയ്ത അതീവ രഹസ്യമായ ഒരു വൻ സൈനിക പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു വീണത്. അതും ചൈനയോ റഷ്യയോ വിചാരിച്ചിട്ടല്ല, മറിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഒരു മാധ്യമം പുറത്തുവിട്ട വാർത്തയിലൂടെയാണ് അമേരിക്കയുടെ ഈ സ്വപ്ന പദ്ധതി തകർന്നടിഞ്ഞത്. ഇന്തോനേഷ്യൻ വ്യോമാതിർത്തി ഉപയോഗിച്ച് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും യഥേഷ്ടം പറക്കാൻ അനുമതി നൽകുന്ന ഒരു രഹസ്യ കരാർ ഒപ്പിടാനായിട്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇതോടെ ഇന്തോനേഷ്യൻ സർക്കാരിനുള്ളിൽ തന്നെ വലിയ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുകയും കരാർ ഉപേക്ഷിക്കാനായിട്ട് അവർ നിർബന്ധിതരാകുകയും ചെയ്തു. എങ്ങനെയാണ് ഇന്ത്യ അമേരിക്കൻ നീക്കത്തിന് പൂട്ടിട്ടത്? എന്താണ് അമേരിക്കയുടെ മലാക്ക കടലെടുക്ക് മാസ്റ്റർ പ്ലാൻ? ഈ പ്രതിസന്ധിക്ക് പിന്നിൽ ഇന്ത്യ നടത്തിയ ഗംഭീരമായ ജിയോ പൊളിറ്റിക്കൽ ഗെയിം എന്താണ്? വരും കാല ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രത്തോളം നിർണായകമാണ് എന്ന് തെളിയിക്കുന്ന ഈ സംഭവത്തിൻ്റെ ഒരു ഡീപ്പ് അനാലിസിസ് ആണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ഇത് അവസാനം വരെ കാണാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് ഈ അമേരിക്കൻ ഇന്തോനേഷ്യൻ രഹസ്യ കരാർ? പെൻറ്റഗണിൻ്റെ രഹസ്യ നീക്കങ്ങൾ എന്തൊക്കെയാണ്? സംഭവങ്ങളുടെ തുടക്കം 2026 ഫെബ്രുവരിയിലാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വാഷിങ്ടണിൽ വെച്ച് ഒരു സുപ്രധാന കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ വെച്ച് അമേരിക്കയും ഇന്തോനേഷ്യയും തമ്മിൽ വലിയ ഒരു പ്രതിരോധ സഹകരണ കരാർ ഒപ്പുവയ്ക്കാനായിട്ട് തീരുമാനമായി. 2026 ഏപ്രിൽ 13 അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രി സ്യാഫ്രി സ്യാംസൊദീനും തമ്മിൽ ഈ കരാർ ഒപ്പിടാനായിരുന്നു പെൻറ്റഗണിൻ്റെ പ്ലാൻ. എന്നാൽ ഈ കരാറിനൊപ്പം അതീവ രഹസ്യമായി അമേരിക്ക ഒളിച്ചു വെച്ച ഒരു സുപ്രധാന വ്യവസ്ഥയുണ്ടായിരുന്നു. അതാണ് ഓപ്പറേഷണലൈസിങ് US ഓവർഫ്ലൈറ്റ് എന്ന പേരിലുള്ള ബ്ലാങ്കറ്റ് ഓവർഫ്ലൈറ്റ് ആക്സസ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിലവിലെ അന്താരാഷ്ട്ര ചട്ടമനുസരിച്ച് ഒരു രാജ്യത്തിൻ്റെ സൈനിക വിമാനം മറ്റൊരു രാജ്യത്തിൻ്റെ ആകാശത്തുകൂടി പറക്കുന്നതിന് മുൻപ് പ്രത്യേക അനുമതി വാങ്ങേണ്ടതായിട്ടുണ്ട്. എന്നാൽ അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ വ്യവസ്ഥ നടപ്പിലായാൽ വെറും ഒരു മുൻകൂർ അറിയിപ്പ് മാത്രം നൽകിക്കൊണ്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കും ചാരവിമാനങ്ങൾക്കും ഇന്തോനേഷ്യൻ ആകാശത്ത് എപ്പോൾ വേണമെങ്കിലും പറക്കാനും നിരീക്ഷണം നടത്താനും സാധിക്കുമായിരുന്നു. പെൻറ്റഗണിൽ നിന്നൊരു ഫോൺ കോൾ പോയാൽ മാത്രം മതി അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇന്തോനേഷ്യയുടെ ആകാശം സ്വന്തം ആകാശം പോലെ ഉപയോഗിക്കാം. അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം മലാക്കയിലെ ആധിപത്യമാണ്. എന്തിനാണ് അമേരിക്കയ്ക്ക് ഇന്തോനേഷ്യയുടെ ആകാശം? ഇവിടെയാണ് നമ്മൾ ലോക ഭൂപടം ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതായിട്ടുള്ളത്. അമേരിക്കയുടെ കണ്ണുകൾ ഇന്തോനേഷ്യയ്ക്ക് മുകളിലല്ല, മറിച്ച് അവർക്ക് താഴെയുള്ള മലാക്ക കടലിടുക്കിലാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വാണിജ്യ സമുദ്രപാതയാണ് മലാക്ക കടലിടുക്ക്. ആഗോള വ്യാപാരത്തിൻ്റെ 40% സമുദ്രത്തിലൂടെയുള്ള ക്രൂഡ് ഓയിൽ നീക്കത്തിൻ്റെ 30% നടക്കുന്നത് ഇതുവഴിയാണ്. ഇറാൻ ഹോർമോസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുകയും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തത് ആഗോള എണ്ണ വിതരണത്തിനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത പ്രധാനപ്പെട്ട എണ്ണ വിതരണ പാതയായ മലാക്ക കടലിടുക്കിൽ തങ്ങളുടെ നിയന്ത്രണവും സൈനിക സാന്നിധ്യവും ഉറപ്പിക്കുക എന്നുള്ളത് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ട് മാറി. പിന്നെ ചൈനയുടെ മലാക്ക ഡിലേമ. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ 80% വരുന്നത് ഈ മലാക്ക കടലിടുക്കിൽ കൂടെയാണ്. നാളെ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ മലാക്ക കടലിടുക്കിൽ വെച്ച് ചൈനയുടെ എണ്ണക്കപ്പലുകൾ തടഞ്ഞാൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥ ദിവസങ്ങൾക്കുള്ളിൽ തകർന്നടിയും. മലാക്ക കടലിടുക്കിന് മുകളിൽ ഇന്തോനേഷ്യയുടെ വ്യോമാതിർത്തി വഴി തങ്ങളുടെ യുദ്ധവിമാനങ്ങളെ വിന്യസിച്ചുകൊണ്ട് ചൈനയെ എക്കാലത്തേക്കും ഒരു ഭയത്തിൻ്റെ മുനമ്പിൽ നിർത്താനാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ഓസ്ട്രേലിയയിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ടെങ്കിലും അവിടെ നിന്ന് പറന്നെത്തുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ഇന്തോനേഷ്യ വഴി മലാക്കയെ നിയന്ത്രിക്കുന്നത്. ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര സൈനിക നീക്കം, അതും അതീവ രഹസ്യമായിട്ട് പെൻറ്റഗണിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നടക്കുമ്പോഴാണ് ഇന്ത്യയുടെ അപ്രതീക്ഷിതമായ എൻട്രി. കരാർ ഒപ്പിടുന്നതിന് വെറും ഒരു ദിവസം മുമ്പ്, അതായത് 2026 ഏപ്രിൽ 12 ഇന്ത്യയിലെ പ്രമുഖ വാർത്താമാധ്യമമായ ദി സൺഡേ ഗാർഡിയൻ
അമേരിക്കയുടെ ഈ ഓവർഫ്ലൈറ്റ് ആക്സസ് രേഖകൾ പുറത്തുവിട്ടു. മുൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി MJ അക്ബർ സ്ഥാപിച്ച മാധ്യമമാണ് ഇത്. അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെൻറ്റഗണിലെ അതീവ രഹസ്യമായ ക്ലാസിഫൈഡ് ഡോക്യുമെന്റുകൾ അപ്പാടെ ഇന്ത്യൻ മീഡിയ പബ്ലിഷ് ചെയ്തു. അതീവ രഹസ്യമായി വെച്ചിരുന്ന ഈ വ്യോമാതിർത്തി കരാർ പുറം ലോകം അറിഞ്ഞത് ഈ ഇന്ത്യൻ റിപ്പോർട്ടിലൂടെയാണ്. അമേരിക്കയുടെ ഒരു ഉന്നത സൈനിക രേഖ എങ്ങനെ ആര് വഴി ഒരു ഇന്ത്യൻ മാധ്യമത്തിന് ചോർന്നു കിട്ടി എന്നത് പെൻറ്റഗണിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു മാധ്യമ ചോർച്ചയല്ല, മറിച്ച് ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെയും നയതന്ത്ര വിഭാഗത്തിൻ്റെയും വ്യക്തമായ പിന്തുണയോടെ നടന്ന ഒരു ഇൻഫർമേഷൻ വാർഫെയർ ആണെന്ന് പല അന്താരാഷ്ട്ര നിരീക്ഷകരും കരുതുന്നുണ്ട്. സൺഡേ ഗാർഡിയൻ വാർത്ത പുറത്തുവിട്ട ഉടനെ തന്നെ ഇന്തോനേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികളുണ്ടായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ സുഗംതയും കമ്മീഷൻ അംഗമായ ട്യൂബാഗസ് ഹസനുദ്ദീനും ശക്തമായ എതിർത്തുമായിട്ട് രംഗത്ത് വന്നു. പാർലമെന്റിന്റെ അനുമതിയില്ലാതെ ഒരു വിദേശ രാജ്യത്തിന്റെ സൈന്യത്തിന് ഇന്തോനേഷ്യയുടെ പരമാധികാരമുള്ള ആകാശം എഴുതി കൊടുക്കാൻ ആർക്കും അധികാരമില്ലെന്ന് അവർ വ്യക്തമാക്കി. ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഇന്തോനേഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ ശക്തമായിട്ട് എതിർത്തു. ഏപ്രിൽ ആദ്യവാരം തന്നെ വിദേശകാര്യ മന്ത്രാലയം പ്രതിരോധ മന്ത്രാലയത്തിന് അടിയന്തര സ്വഭാവമുള്ള ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു അനുമതി നൽകിയാൽ അത് ഇന്തോനേഷ്യയുടെ കാലാകാലങ്ങളായിട്ടുള്ള ചേരിചേരാ നയത്തിന് വിരുദ്ധമാകുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ചേർന്ന് ഇറാനെതിരെയുള്ള നീക്കങ്ങളിലാണ്. ഇന്തോനേഷ്യൻ വ്യോമാതിർത്തി ഉപയോഗിച്ച് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അത് ഇന്തോനേഷ്യയെ വലിയ യുദ്ധങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുമെന്നും ഇറാനിൽ നിന്നുള്ള തിരിച്ചടികൾക്ക് കാരണമാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കൂടാതെ ദക്ഷിണ ചൈന കടലിലെ ചൈന അമേരിക്ക പോരിലും ഇന്തോനേഷ്യയ്ക്ക് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഈ കടുത്ത ആഭ്യന്തര എതിർപ്പിനെയും ജനരോഷത്തെയും തുടർന്ന് ഇന്തോനേഷ്യൻ ഭരണകൂടം അമേരിക്കയ്ക്ക് വഴങ്ങില്ലെന്ന് തീരുമാനിച്ചു. ഒടുവിൽ ഏപ്രിൽ 13 കരാർ ഒപ്പുവെച്ചപ്പോൾ അതിൽ നിന്ന് വിവാദമായ ഓവർഫ്ലൈറ്റ് ആക്സസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് അമേരിക്കയും ഇന്തോനേഷ്യയും നിർബന്ധിതരായി. ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് അമേരിക്കയുടെ ഒരു വൻ സൈനിക നീക്കത്തിന് അവിടെ അന്ത്യം കുറിച്ചു. എന്തിനാണ് ഇന്ത്യ അമേരിക്കയുടെ നീക്കം പൊളിച്ചത്? ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധത്തിലല്ലേ? ഇവിടെയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഇന്ത്യയുടെ തന്ത്രപരമായ ചാതുര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായിട്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ സുരക്ഷയാണ് നമ്മൾ കാണേണ്ടത്. മലാക്ക കടലിടുക്കിൻ്റെ പ്രവേശന കവാടത്തിന് വളരെ അടുത്താണ് ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ കാവൽ മാടം കൂടിയാണിത്. അമേരിക്ക മലാക്ക കടലിടുക്കുകളിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചാൽ അത് പരോക്ഷമായിട്ട് ഇന്ത്യയുടെ ആൻഡമാനിലെ പ്രതിരോധ സംവിധാനങ്ങളെ കൂടി നിരീക്ഷിക്കുന്നതിന് തുല്യമാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അതിർത്തിക്കടുത്ത് വിദേശ സൈനിക സാന്നിധ്യം ആഗ്രഹിക്കുന്നില്ല, അത് അമേരിക്കയാണെങ്കിൽ പോലും. പിന്നെ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ സ്വന്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മറ്റൊരു വൻ ശക്തിയുടെ പൂർണ്ണാധിപത്യം ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല. ചൈന തങ്ങളുടെ സ്ട്രിങ് ഓഫ് പേൾസ് തന്ത്രം വഴി ഇന്ത്യയെ വളയാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ അതിനെ പ്രതിരോധിക്കാനായിട്ട് ആൻഡമാനിൽ വൻ സൈനിക നിക്ഷേപങ്ങൾ നടത്തുകയും നെക്ലേസ് ഓഫ് ഡയമണ്ട്സ് എന്ന സ്വന്തം തന്ത്രം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക കൂടി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ സ്വാഭാവികമായ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാകും. മൂന്നാമതായിട്ട് നമ്മൾ കാണേണ്ടത് ആസിയാൻ രാജ്യങ്ങളുടെ നിഷ്പക്ഷതയാണ്. ഇന്തോനേഷ്യ അടങ്ങുന്ന ആസിയാൻ രാജ്യങ്ങൾ എക്കാലത്തും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത്. ഇന്തോനേഷ്യ അമേരിക്കൻ പാളയത്തിലേക്ക് പോയാൽ ഈ മേഖലയിൽ വലിയൊരു ആയുധ മത്സരം ഉടലെടുക്കും. ഇത് ആത്യന്തികമായിട്ട് ഇന്ത്യയുടെ കൂടി സുരക്ഷയെ ബാധിക്കും. അതുകൊണ്ട് ഒരു ബഹുധ്രുവ ലോകം, അതായത് മൾട്ടിപോളാർ വേൾഡ് നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. പിന്നെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി. ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെയും ജൂനിയർ പാർട്ട്ണർ അല്ല എന്ന അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകാനായിട്ട് ഈ സംഭവത്തിലൂടെ സാധിച്ചു. അമേരിക്കൻ പെൻറ്റഗണിലെ അതീവ രഹസ്യരേഖകൾ വരെ ഇന്ത്യൻ മീഡിയയിലൂടെ പുറത്തു വരാനായിട്ട് ഇന്ത്യയിലെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എന്നത് തന്നെ ലോകത്തിന് നൽകുന്ന മെസ്സേജ് ചെറുതല്ല. ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിങ്ങൾ നീങ്ങിയാൽ നിങ്ങളുടെ പ്ലാനുകൾ പൊളിക്കാനായിട്ട് ഞങ്ങൾക്കറിയാം എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ ലോകത്തിന് നൽകിയത്. സുഹൃത്തുക്കളെ, ഇതൊരു സാധാരണ വാർത്തയെ കണ്ട് തള്ളിക്കളയാൻ കഴിയില്ല.
ലോകത്തെ വൻ ശക്തികൾക്കിടയിൽ നടക്കുന്ന അതിസങ്കീർണമായ സ്ട്രാറ്റജിക് ചെസ് കളിയിലെ ഒരു തകർപ്പൻ നീക്കമാണ് ഇത്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളുടെ നയങ്ങൾക്ക് മുമ്പിൽ മിണ്ടാതെ നിന്നിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന ലോകവേദികളിൽ ശക്തമായി ഇടപെടാൻ കഴിവുള്ള ഒരു ആഗോള ശക്തിയായിട്ട് മാറിയിരിക്കുന്നു. അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളറുകളുടെ സൈനിക പ്ലാനുകളാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരൊറ്റ വെളിപ്പെടുത്തൽ വഴി വെള്ളത്തിലായത്. ഇന്ത്യൻ ഇൻ്റലിജൻസും നയതന്ത്ര വിഭാഗവും എത്രത്തോളം ജാഗരൂകരാണെന്നും കൃത്യമായ സമയത്ത് ശത്രുവിനും മിത്രത്തിനും ഒരുപോലെ ചെക്ക് വയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. അമേരിക്കയുടെ ഈ രഹസ്യ നീക്കം പൊളിയാനായിട്ട് ഇന്ത്യയുടെ ഇടപെടൽ കാരണമായതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണ്? ഇന്ത്യയുടെ ഈ സ്ട്രാറ്റജിക് തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകിയെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ലോകത്തെ സുപ്രധാന രാഷ്ട്രീയ വാർത്തകളുടെയും ജിയോ പൊളിറ്റിക്സിൻ്റെയും കൃത്യമായ വിശകലനങ്ങൾക്കായിട്ട് ഈ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.